ഭൂരിഭാഗം ആളുകൾക്കും അവരവരുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു പ്രശ്നമെങ്കിലും കണ്ടുവരാറുണ്ട്. ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരും, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കാണും, ജോലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ബിസിനസ് തകർച്ചയും സ്വന്തം മക്കളിൽ നിന്നുള്ള സമ്മർദ്ദവും പ്രായാധിക്യം മൂലമുണ്ടാകുന്ന വിഷമങ്ങളും, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. ഇതുപോലെയുള്ള പല സംഗതികളും അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് മനസ്സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടി അവസാനം രോഗാവസ്ഥയെ വിളിച്ചു വരുത്തുന്നു. നമസ്കാരം. പല ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തും ആളുകളുമായി സംവദിക്കുന്ന സമയത്തും ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും അവരവരുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമെങ്കിലും കണ്ടുവരാറുണ്ട്. ചിലർക്ക് അത് മറ്റു വ്യക്തികൾ തന്നെ ആയിരിക്കാം, ചിലർക്ക് ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് ഈ സമയത്ത് അവർ നേരിടുന്ന പ്രതിസന്ധികൾ തന്നെയായിരിക്കാം. ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരും, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കാണും, ജോലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ബിസിനസ് തകർച്ചയും സ്വന്തം മക്കളിൽ നിന്നുള്ള സമ്മർദ്ദവും പ്രായാധിക്യം മൂലമുണ്ടാകുന്ന വിഷമങ്ങളും ഇൻലോസിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും അനിശ്ചിതത്വം, നാളെ എന്ത് സംഭവിക്കുമെന്ന ചിന്തകളും, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. ഇതുപോലെയുള്ള പല സംഗതികളും നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ, അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് മനസ്സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടി അവസാനം രോഗാവസ്ഥയെ വിളിച്ചു വരുത്തുന്നു. നമ്മുടെ അനുഭവങ്ങൾ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അവ നമ്മുടേതാണ്, നമുക്കുള്ളതാണ്, വേണ്ടപ്പെട്ടതാണ്, ഈ ആത്മാവിൻ്റെ യാത്രയിൽ അനിവാര്യവുമാണ്. ഈ സത്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് വഴി മാറി ചിന്തിച്ച് അംഗീകരിക്കാൻ തയ്യാറായാൽ അതിന് പറയുന്നു ആക്സെപ്റ്റൻസ് എന്ന്. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ നിരന്തരം പിന്തുടരാം, ഒരു കുഴപ്പവുമില്ല. ശോഭനകരമായ ഒരു ജീവിതം തീർച്ചയായും സ്വപ്നം കാണാം, തെറ്റില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച പാതയിലൂടെ മാത്രമേ പ്രപഞ്ചം നമ്മെ കൊണ്ടുപോകൂ എന്ന് ധരിച്ചാൽ വിഷമിക്കാൻ ഇടവരും. ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയെ റെക്കഗ്നൈസ് ചെയ്ത്, ആക്സെപ്റ്റ് ചെയ്ത്, മനസ്സുകൊണ്ട് സമ്മതം മൂളി യാത്ര ചെയ്യാൻ തയ്യാറാകണം. When the winds of destiny change course, let your spirit become the guiding compass that leads you to discover joy. വിധിയുടെ കാറ്റ് ഗതി മാറുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ സന്തോഷം കണ്ടെത്തുന്നതിന് നയിക്കുന്ന വഴികാട്ടിയായി മാറട്ടെ. യുക്തിപരമായി ചിന്തിക്കുന്ന നമ്മുടെ ബോധമനസ്സിന് ഈ സത്യം അത്ര പെട്ടെന്ന് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുകയില്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ ഫോർ ആക്സെപ്റ്റൻസ് എന്ന പ്രോസസ്സിൽ നമുക്ക് അത് സാധ്യമാകും. അതിന് കാരണം നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിൻ്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാത്തിനെയും അംഗീകരിക്കാൻ കഴിവുള്ള, സത്യം തിരിച്ചറിയുന്ന സർഗാത്മക പ്രതിഭ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ ക്രിയേറ്റീവ് ജീനിയസ് എന്നാണ് പറയുന്നത്. ഒരു ഡീപ്പ് റിലാക്സേഷനിൽ എത്തിയ ശേഷം പ്രോസസ്സിനിടയ്ക്ക് ആക്ടിവേറ്റ് ദ ക്രിയേറ്റീവ് ജീനിയസ് വിത്തിൻ എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ജീനിയസിനെ ഉത്തേജിപ്പിക്കാനുള്ള നിർദ്ദേശമായിരിക്കും അത്. ക്രിയേറ്റീവ് ജീനിയസ് നമ്മുടെ സുപ്രീം ഇൻ്റലിജൻസിൽ നിന്നും ജനിക്കുന്നതാണ്. അതിന് ഒന്നിലും ന്യൂനതകൾ കാണാൻ കഴിയുകയില്ല. എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന സ്വരൂപമാണ് ക്രിയേറ്റീവ് ജീനിയസിൻ്റേത്. കാര്യകാരണങ്ങളിൽ പെട്ടുകിടക്കാതെ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്തുതയാണ് നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ജീനിയസ്. ആ ക്രിയേറ്റീവ് ജീനിയസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആക്സെപ്റ്റൻസ് നിശബ്ദ പ്രാർത്ഥനയാണ്. ഐ സറണ്ടർ ടു ദ വിസ്ഡം ഓഫ് ദ യൂണിവേഴ്സ്. ഞാൻ പ്രപഞ്ചത്തിൻ്റെ വിവേകത്തിന്, പരമോന്നതമായ അറിവിന് കീഴടങ്ങുന്നു. ആ കീഴടങ്ങലിലാണ് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ശക്തി കണ്ടെത്തുന്നത്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് നീങ്ങാം. വളരെ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് പൂർണ്ണമായി വിശ്രമിക്കാൻ തയ്യാറായിക്കൊണ്ട് സൗമ്യമായി കണ്ണുകൾ അടച്ചുവെക്കുക. പതുക്കെ ശ്വാസം എടുത്തുവിടുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പൂർണ്ണമായി വിശ്രമിക്കാൻ അനുവദിക്കുക.
എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ആരംഭിക്കാം. Think about one major challenge that you have in your life. ഇപ്പോൾ താങ്കൾ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് ചിന്തിക്കുക. ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യം അത് ഉള്ളതായി അംഗീകരിക്കുക. Acknowledge the challenge. അംഗീകരിക്കുക എന്നാൽ അത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉള്ളതാണ് എന്ന ബോധമാണ്. എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവാണ്. ഈ വിഷയം അല്ലെങ്കിൽ വെല്ലുവിളി തൻ്റെ ജീവിതമാകുന്ന മഹാസമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ്. വേവ്സ് ഇൻ ദ വാസ്റ്റ് ഓഷ്യൻ ഓഫ് ലൈഫ്. അത് താങ്കളുടെ ജീവിതയാത്രയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് താങ്കളുടെ വിശ്രമാവസ്ഥ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നു. You go deeper and deeper relaxed. ശരീരത്തിലെ ഓരോ ഭാഗവും ചെറിയ തളർച്ചയുണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്നത് പോലെ വിശ്രമിക്കുന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന രീതിയിൽ ഒരു പാതിമയക്കത്തിൽ എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കളുടെ ഉപബോധ മനസ്സ് കൃത്യമായി ഉൾക്കൊള്ളുന്നുണ്ട്. It's time to activate the creative genius within. താങ്കളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ജീനിയസിനെ ഉത്തേജിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. സർഗാത്മക പ്രതിഭയാണ് താങ്കളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് ജീനിയസ്. അതിപ്പോൾ ഉണരുന്നു. Activate the creative genius within. ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചെറിയ ചലനങ്ങൾ, ചിന്തകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ ക്രിയേറ്റീവ് ജീനിയസിൻ്റെ ആക്ടിവേഷനെ തനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള വെല്ലുവിളിയിൽ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ഒന്നുകിൽ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വേഷം മാറി വരുന്ന അനുഗ്രഹമാണ്. തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള വെല്ലുവിളിയിൽ
എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങളോ പാഠങ്ങളോ ക്രിയേറ്റീവ് ജീനിയസിനോട് കണ്ടെത്താൻ ആവശ്യപ്പെടുക. വെരി ഗുഡ്. ആ പോസിറ്റീവ് വശത്തിൻ്റെ ജനാലയിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ യു ക്യാൻ ഈസിലി ക്രിയേറ്റ് എ പോസിറ്റീവ് നെറേറ്റീവ്. ഇതും നല്ലതിനാണ് എന്ന ബോധ്യം താനേയുണ്ടാകും. തൻ്റെ ജീവിതത്തിൽ താൻ പല വെല്ലുവിളികളിലൂടെയും പോയിട്ടുണ്ട്. പിന്നീട് അവ പലതും തനിക്ക് ഗുണകരമായി വന്നിട്ടുമുണ്ട്. ഇപ്പോഴുള്ള ഈ വഴിത്തിരിവിലൂടെ വേറിട്ട മികച്ച ഒരു ഭാവി തനിക്കുണ്ട് എന്ന് തൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവ് ജീനിയസ് തനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. That's right. ബോധമനസ്സിലെ യുക്തിക്ക് മനസ്സിലാകും വിധം അത് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഈ വെല്ലുവിളി എങ്ങനെ ശോഭനകരമായ പാതയിലേക്ക് തന്നെ നയിക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ആ പാത ആത്മവിശ്വാസവും സമാധാനവും നിറഞ്ഞതാണ്. താങ്കളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ കഥയുടെ ഊഷ്മളത അനുഭവിച്ചറിയുക. ഇത് എൻ്റെ ജീവിതത്തിൽ വേണ്ടതാണ്. തൻ്റെ ആത്മാവിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ്. A powerful realization. ഈ അവസരത്തിൽ തനിക്ക് പറയാൻ സാധിക്കും, I surrender to the wisdom of the universe. ഞാൻ പ്രപഞ്ചത്തിൻ്റെ വിവേകത്തിന് പൂർണ്ണമായും കീഴടങ്ങുന്നു. ഞാൻ പ്രപഞ്ചത്തിൻ്റെ പരമോന്നതമായ അറിവിന് മുമ്പിൽ തലകുനിക്കുന്നു. Feel the transformation taking place within you now. താങ്കളുടെ ഉള്ളിൽ സംഭവിക്കുന്ന പരിവർത്തനം സന്തോഷത്തോടെ അനുഭവിച്ചറിയുക. Very good. Breathe in and embrace positivity. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പോസിറ്റീവായ ഊർജം ഉള്ളിലേക്കെടുക്കുക. As you exhale, release any resistance. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ
എല്ലാവിധ പ്രതിരോധങ്ങളും പുറത്തോട്ടു വിടുക. എല്ലാവിധ ചെറുത്തുനിൽപ്പുകളും പുറത്തോട്ടു വിടുക. താങ്കളുടെ ശരീരവും മനസ്സും ഈ പുതിയ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്നു. Your body and mind fully aligned with this new narrative. ഈ ശോഭനകരമായ നിമിഷത്തിലേക്ക് താങ്കളുടെ ഹൃദയവും മനസ്സും തുറക്കപ്പെടുന്നു. ഇത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വ്യക്തമാണ്. ഈ വെല്ലുവിളികൾ പോസിറ്റീവായ സംഗതിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ അവയെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, ആശ്ലേഷിക്കുന്നു. I surrender to the wisdom of the universe. ഞാൻ പ്രപഞ്ചത്തിൻ്റെ വിവേകത്തിന് പൂർണ്ണമായും കീഴടങ്ങുന്നു. I surrender to the wisdom of the universe. ഞാൻ പ്രപഞ്ചത്തിൻ്റെ പരമോന്നതമായ അറിവിന് മുമ്പിൽ തലകുനിക്കുന്നു. I surrender to the wisdom of the universe. വിധിയുടെ കാറ്റ് ഗതി മാറുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ സന്തോഷം കണ്ടെത്തുന്നതിന് നയിക്കുന്ന വഴികാട്ടിയായി മാറുന്നു. ഇത് സത്യമാണ്. സത്യം. Feeling so wonderful. എല്ലാവിധ മാനസിക പിരിമുറുക്കങ്ങളും വഴിമാറിക്കൊടുത്തുകൊണ്ട് ആത്മവിശ്വാസം വീണ്ടെടുത്ത് സമാധാനം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ഇനി പതുക്കെ കൈകളും കാലുകളും ഇളക്കുക. ഇടത്തോട്ടും വലത്തോട്ടും തിരിയുക. എന്നിട്ട് സമയമായി എന്ന് തോന്നുമ്പോൾ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ പതുക്കെ കണ്ണുകൾ തുറക്കുക. വെൽക്കം ബാക്ക്. താങ്കൾക്ക് ഈ മെഡിറ്റേഷൻ പ്രോസസ്സിൽ മനസ്സിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റി നിർത്തി പൂർണ്ണമായും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. അനുഭവം കമൻറ്റിൽ എഴുതി അറിയിക്കുമല്ലോ. ഈ മെഡിറ്റേഷൻ പലതവണ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. അങ്ങനെയെങ്കിൽ പിരിയാൻ സമയമായി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മറ്റൊരു വേണ്ടപ്പെട്ട വിഷയവുമായി. നന്ദി, നമസ്കാരം.